നമ്മൾ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹാഫ് ആൻ അവറിൽ നമ്മൾ ഇന്നലെ എടുത്ത ടോപ്പിക്കാണ് ഇരുന്ന് പഠിച്ചത്. അപ്പോ വ്യഞ്ജനാക്ഷരവും സ്വരാക്ഷരവും പക്കാ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. കമോൺ കമോൺ, എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്. സർ ഇനി സ്ക്രീനിൽ കാണിച്ചു, എഴുന്നേക്കാത്തവർ അവർ തന്നെ എഴുന്നേറ്റോളും. ഓക്കെ, യെസ്, എല്ലാവരും ഒന്ന് ചാടി എഴുന്നേക്കുക. ടൈം വേസ്റ്റ് ചെയ്യരുത്. എല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ എഴുന്നേക്കാം കേട്ടോ. ഓക്കെ, യെസ്, എല്ലാരും കറക്റ്റ് ആയിട്ട് എഴുന്നേക്ക. യൂസറേ ഓക്കെ ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാ, ഇനി അങ്ങോട്ട് ഫുള്ള് റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. രണ്ട് കൈയും പൊക്കിയിട്ട് ജസ്റ്റ് മേക്ക് എ നോട്ട്. ഓക്കെ, ഇവിടെ ഒരു ടൈ കെട്ടാ, അതുകൊണ്ട് ഒന്ന് മുകളിലോട്ട് ഹാൻഡ്സ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത്, യെസ്, വെരി നൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊന്ന് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത്, ഓക്കെ, അത് കഴിഞ്ഞിട്ടൊന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നേ, ഓക്കെ, അത് കഴിഞ്ഞിട്ടൊന്ന് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത്, ഓക്കെ, അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്ത്. അപ്പോൾ ഒരു കൈ അടിച്ചു, ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ, പറഞ്ഞില്ലുണ്ടോ സർ? അതല്ലേ ഇപ്പൊ ചെയ്തത്. വേറെ വേറെ രണ്ട് ചാട്ടം, രണ്ട് ഹെവി ജംപ്. ഒന്ന് ചാടിക്കേ, നല്ലോണം ചാടിക്കോ. അയ്യോ, ചാടിയപ്പോ പ്രാർത്ഥനായസ് ചുമക്കുന്നു. പ്രാർത്ഥനായസ് ഇരിക്കണം. ആദിദേവിന്റെ സംസാരം ഞാൻ ഇനി വായിക്കൂല. ഞാൻ പറയണ ഒന്നും ആദിദേവി കേൾക്കണല്ല. കൊള്ളാം ആദിദേവാറേ, കൊള്ളാട്ടാ. ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞ അവിടെ ഇരുന്ന് ചിരിക്കണം അല്ലേ? തരാം. യെസ്, അപ്പൊ എല്ലാരും ഇരുന്നോളൂ, എല്ലാരും ഇരുന്നോളൂ. നമ്മൾ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ടോപ്പിക്കാണ് മാത്രായേ ഓർ ഉനക്കെ രൂപ്. മാത്രകളും അതുപോലെ തന്നെ അതിന്റെ രൂപ്. രൂപ് എന്ന് പറഞ്ഞാല് അതിന്റെ ആ ഒരു രൂപം. ഇപ്പൊ നമ്മൾ ഓരോ ലെറ്റേഴ്സ് പഠിച്ചു. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാല് ഓരോ ലെറ്ററിനും എന്ത് മാത്രയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. അപ്പോ ഇന്നത്തെ ഡേറ്റ് കൊടുത്ത് ഹെഡിങ് കൊടുക്കാം, മാത്രായേ ഓർ ഉനക്കെ രൂപ്. എല്ലാരും എഴുതിക്കേ, എല്ലാരും കൂടെ എഴുതി പോവാം. മാത്രായേ ഓർ ഉനക്കെ രൂപം, മാത്രകളും അതിന്റെ രൂപവും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ എല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ എഴുതാട്ടെ. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. മാത്രായേ ഓർ ഉനക്കെ രൂപ്. ഞാനിപ്പോ ഇത് മാറ്റും, അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. ജസ്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് വി കൻ സ്റ്റാർട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഈ മാത്രകളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. മാത്രകള് നമ്മളൊരു വ്യഞ്ജനാക്ഷരത്തിൽ സ്വരാക്ഷരത്തിന്റെ ഒരു മാത്ര നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അതിന്റെ പ്രൊനൗൺസിയേഷനിൽ എന്ത് വ്യത്യാസമാണോ വരുന്നത് അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചാൽ അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു പോർഷൻ. അതാണ് നമ്മൾ ഇനി പഠിക്കേണ്ട ആ ഒരു മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു 15-20 മിനിറ്റ് എടുക്കും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാത്രകൾ ഇടുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി വരുന്ന ലെറ്റേഴ്സിന്റെ നമ്മൾ സ്വയം എഴുതി നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നത് അനലൈസ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ രണ്ട് കൈയും സ്ക്രീനിൽ കാണിച്ചൊരു ഡാറ്റ തന്നെ, രണ്ട് കൈയും സ്ക്രീനിൽ കാണിച്ചൊരു ഡാറ്റ തന്നെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും ആദ്യത്തെ സ്വരാക്ഷരം ഏതാണ്? യെസ്, ഒരാളെ വിളിച്ചു സർ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കണം സർ. മുഹമ്മദ്. യെസ്, മുഹമ്മദ്. ഏറ്റവും ആദ്യം സ്വരാക്ഷരം ഏതാണ്? സ്വരാക്ഷരം. മുഹമ്മദ് നിഹാൻ KN. യെസ്, മുഹമ്മദ്. ഏറ്റവും ആദ്യത്തെ സ്വരാക്ഷരം ഏതാണ് മുഹമ്മദ്? സിമ്പിൾ അല്ലേ? ആയാണ്. ഓക്കെ, സോ ആയിന് വെരി ഗുഡ്, വെരി ഗുഡ്. ആയിന് എന്ത് മാത്രമാണ് നമ്മൾ നോർമലി ചേർക്കാറ്? യെസ്, അടുത്ത ആളോട് വിളിച്ചേ സർ. പാർവതി, തെറ്റ് പറയരുത് കേട്ടോ. ഓക്കെ, പാർവതി, ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തില് നമ്മൾ എന്ത് മാത്രമാണ് നമ്മൾ നോർമലി ചേർക്കാറ്? ഹലോ പാർവതി, ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ മാത്രം എന്താ നമ്മൾ എക്സ്ട്രാ ചേർക്കാറ്? അത് അടുത്തേനെയാണ് നമ്മൾ നശിപ്പിച്ചത്. പാർവതിന്റെ പേര് ഏതായിരുന്നു ഒരിക്കലും തെറ്റിച്ചത്? ചുമ്മാ അല്ലെ, ഞാൻ എന്നെ തന്നെ ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയുള്ളൂ ദൈവമേ. ഓക്കെ, യെസ് പാർവതി, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റത്തെ സ്വരാക്ഷരത്തില് നമ്മൾക്ക് ഒരു മാത്രയും വേണ്ട. ഓക്കെ,
ഫസ്റ്റത്തെ സ്വരാക്ഷരം ആ എന്ന് പറഞ്ഞാല് ഒരു വ്യഞ്ജനാക്ഷരമായിരിക്കും. അപ്പൊ അത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഏത് വ്യഞ്ജനാക്ഷരത്തിന്റെ എക്സാമ്പിൾ ആണ് ടിൽ ദി എൻഡ് വരെ നമുക്ക് നോക്കണം. അടുത്ത ആളെ വിളിച്ചേ സർ. ഫാത്തിമ. ഏത് വ്യഞ്ജനാക്ഷരത്തിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചു പോകേണ്ടത്? ഫാത്തിമ. നജത്. ഫാത്തിമ നജത്. ഏതാണ് ഫാത്തിമ വേണ്ടത്? ഒരു വ്യഞ്ജനാക്ഷരം പറഞ്ഞേ റാൻഡംലി, ആദ്യം മനസ്സിൽ വരുന്ന വ്യഞ്ജനാക്ഷരം. ഇല്ല. ഒയ്യോ, അൺമ്യൂട്ട് ആവണല്ലോ ഫാത്തിമ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഒരാളെ വിളിക്കാം. യെസ്, വിളിച്ചോളൂ സർ. അമ്മൻ. യെസ്, അമ്മനെ. അമ്മൻ ഒന്ന് പറഞ്ഞേ അമ്മനെ, ഏത് ലെറ്റർ വേണം? ഓഫ്, താങ്ക് യു സർ. പാർവതിയുടെ പ, അതാണ് അമ്മൻ ഉദ്ദേശിച്ചത്. ദാറ്റ് വാസ് സോ ഗുഡ്. അല്ല, അതുമല്ല. ഓഫ്, എനിക്ക് ഇഷ്ടമുള്ള. ഓ ഷുവർ. അൺഫോർച്ചുനേറ്റ്ലി അത് എന്റെ പേരായി പോയല്ലേ, എന്റെ പേര് പാവിസ് തുടങ്ങാനായി പോയല്ലേ അമ്മനെ. അങ്ങനെ എന്നാലും സമ്മതിച്ചതായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, നോ പ്രോബ്ലം. പാ വെച്ചിട്ട് പാ ഉള്ള മീനിങ്സ് അല്ല, പാ ഇൻപുട്ട് ചെയ്യുന്ന മാത്രകൾ നോക്കാനാണ് അമ്മൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതും ഇങ്ങനെ എഴുതുള്ളൂ. ആ എഴുതും, ആയിന്റെ മാത്രം നമ്മൾ സൈഡിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആയിന്റെ മാത്ര ഒരു വ്യഞ്ജനാക്ഷരത്തിൽ വന്നാൽ അതെങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നോക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ പായിൽ ഒരു വ്യത്യാസമില്ല. എങ്ങനെയാണോ ആ വ്യഞ്ജനാക്ഷരം ഉള്ളത് അത് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. ഓരോന്ന് എടുത്ത് എഴുതി പോവാട്ടോ, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓരോന്ന് എടുത്ത് എഴുതുക. യെസ്, ഇനി അടുത്ത സ്വരാക്ഷരം. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. നീരജ്. നീരജ്. ഫാത്തിമ ശ്രദ്ധിക്കണില്ലട്ടാ. ഫാത്തിമ നജത് ടി എം. ഫാത്തിമ ശ്രദ്ധിക്കണില്ല, വേറെ എവിടേക്കോ സംസാരം പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നേ. യെസ്, നീരജ്. നീരജ്, അടുത്ത സ്വരാക്ഷരം ഏതാണ് നീരജ് കുട്ട? ഹായ്. പറഞ്ഞോളൂ. അതല്ല, ആ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സ്വരാക്ഷരം ഏതാണ്? യെസ്, ആ എന്നുള്ളതാണ്. വെരി നൈസ്. അപ്പൊ ഈ ആ എന്ന് പറയുമ്പോ എന്താണ് അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്? യെസ്, അടുത്ത ആളെ വിളിച്ച് എന്ത് മാത്രമായിരിക്കും അതിൽ വരാ? ഇവാൻ സിബി. എന്തായിരിക്കും ഇവാനെ വരുന്നത്? ഞാനാ വിളിച്ചത്, അമ്മയല്ല വിളിച്ചത്. ഇവാനെ. ഇവാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇവാൻ. യെസ്, ഇവാൻ പറഞ്ഞോളൂ. എന്ത് വ്യത്യാസമായിരിക്കും മാത്രയിൽ വരാ? അപ്പൊ ഒന്ന് പറഞ്ഞേ. ഇല്ലില്ല, എന്ത് മാത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞേ. എങ്ങനെയാണ് നമ്മൾ മാത്രകൾ ആഡ് ചെയ്യേണ്ടത്? ഒരു ലൈൻ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പൊ പാ എഴുതി കഴിഞ്ഞിട്ട് എവിടെയാണ് ലൈൻ കൊടുക്കേണ്ടത് ഇവാനെ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിൽ? യെസ്, റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുക. അപ്പൊ അത് ക്ലിയർ ആണോ? പ്രാർത്ഥനയ്ക്ക് എന്താണ് ഡൗട്ട്? ഓക്കെ, ഡൺ ഇവാൻ, വെരി നൈസ്. ഓക്കെ, അപ്പൊ പ്രാർത്ഥനയോട് ചോദിക്കും, എന്താണ് പ്രാർത്ഥന ഡൗട്ട്? ശ്രദ്ധിക്കില്ലേ? എന്താ മനസ്സിലാവാത്തത്? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഇത് നമ്മുടെ സ്വരാക്ഷരമാണ്. ഓക്കെ, ഇത് നമ്മുടെ സ്വരാക്ഷരമാണ്. ഓക്കെ, ഇവിടെ കൊടുക്കുന്നത് മാത്രകളാണ്. മാത്ര, എന്ത് മാത്രയാണ് ഇന്ന സ്വരാക്ഷരത്തിന്റെ പ്രൊനൗൺസിയേഷൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് മാത്രകൾ കൊടുക്കുന്നത്? ഇത് അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ അതൊരു ടേബിൾ കാണിച്ചു തരാം. എഴുതുമ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാലോ എന്ന് വിചാരിച്ച് എഴുതുകയാണ്. ടേബിൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഓക്കെ, ഇതൊന്നുമില്ല, നമ്മൾ ഓർഡറിൽ എഴുതുന്നു. ആ എന്ന് പറയുമ്പോൾ ഒരു മാത്രം ഇല്ലാണ്ട് നമ്മൾ വ്യഞ്ജനാക്ഷരം അതുപോലെ തന്നെ എഴുതണം. പാ നമ്മൾ അതുപോലെ എഴുതിയില്ലേ, ഒരു ചേഞ്ചും ഇല്ലാണ്ട്. ഇനി അടുത്തത് ആ എന്ന് പറയുമ്പോൾ പാ എന്ന് വായിക്കണം അതിനല്ലേ. ഇന്റെ മാത്ര പായിൽ ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ ഓരോ മാത്രകൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യഞ്ജനാക്ഷരത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ സൈഡിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നത്. ക്ലിയർ ആണോ പ്രാർത്ഥന? എന്തോ? ഇല്ല, എല്ലാ അക്ഷരത്തിനെയും മാത്രം ആപ്ലിക്കബിൾ ആണ്. നമ്മളൊരു എക്സാമ്പിൾ പായിന്റ് എടുത്ത് ചെയ്യുന്നു എന്നുള്ളൂ. നമുക്കിപ്പോ ക, ഫോർ എക്സാമ്പിൾ, കായിൽ നമ്മൾ ആക്കി മാത്രം ചേർക്കണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും അതിനെ? കാ, നമ്മളൊരു മാത്രം എക്സ്ട്രാ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി അതേ സമയത്ത് നമ്മൾ ഖ എന്ന് പറയുന്നതിൽ നമ്മൾ ആക്കി മാത്രം ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെ എഴുതും അതിനെ? ഖ. അപ്പൊ ഇതുപോലെ എല്ലാ
വ്യഞ്ജനാക്ഷരമല്ല നമ്മൾ എഴുതിയത് 36 36 ഈ എല്ലാ മാത്രകളും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? അത് എക്സാമ്പിൾ ആണ്. ഓക്കെ, സൈഡിൽ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ ആണ്. ഇതുപോലെ നമുക്ക് ഓരോന്നിലും അത് ചേർക്കാം. ഇതുപോലെ ഓരോ ലെറ്റേഴ്സിലും ഓരോ വ്യഞ്ജനാക്ഷരത്തിലും അത് ചേർക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണെങ്കിൽ 2 കൈയും സ്ക്രീനിൽ കാണിച്ചൊരു ചാറ്റ്. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഓക്കെ ബോസ്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത കാര്യം. ഇനി നെക്സ്റ്റ് ലെറ്റർ. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. ജുവാൻ. ജുവാൻ അടുത്ത പറഞ്ഞ. ജുവാൻ അടുത്ത എന്തായിരിക്കും? ഇ. വെരി നൈസ്, ഇ ആണ്. യെസ്, ഇനി അടുത്ത ആളെ വിളിച്ചേ സർ. റയാൻ. റയാന് ഇയുടെ മാത്ര റൈറ്റ് സൈഡിൽ നിന്നാണോ വരുന്നത് മാത്രം, ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ മാത്രം വരുന്നത്? അല്ല, റൈറ്റ് അല്ലെങ്കിൽ അപ്പൊ ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇയുടെ മാത്ര എപ്പോഴും ലെറ്ററിന്റെ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഇങ്ങനെയാണ് ഇ എന്ന് പറയുന്ന ലെറ്ററിന്റെ മാത്ര വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്നുമില്ല, പിയുടെ തുടക്കത്തിൽ നിന്നായിരിക്കും നമുക്ക് ആ ഒരു മാത്ര കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. പിയുടെ തുടക്കത്തിൽ നിന്ന്, ഇനീഷ്യൽ പോയിന്റിൽ നിന്നായിരിക്കും ആ ഒരു മാത്ര വരുന്നത്. അപ്പൊ അടുത്ത ലെറ്റർ ഏതാണ്? യെസ്, അടുത്ത വിളിച്ചു സർ. അഭിന. അഭിന അടുത്ത ലെറ്റർ ഏതാണ്? അഭിന ഒന്ന് പറഞ്ഞേ. ഇ എന്നാണ് അടുത്ത ലെറ്റർ. അപ്പൊ ഇതില് എങ്ങനെയായിരിക്കും അഭിനയ വരുന്നത്? അഭിനയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇത് ലെഫ്റ്റിലേക്കാണ്, മറ്റത് എന്തിലേക്കായിരിക്കും അപ്പൊ അടുത്തത്? യെസ്, റൈറ്റിലേക്കായിരിക്കും. അപ്പൊ എങ്ങനെ എഴുതും നമ്മള്? ഇങ്ങനെയായിരിക്കും നമ്മള് എക്സാമ്പിൾ എഴുതുക. ഒരു വ്യഞ്ജനാക്ഷരത്തിന്റെ റൈറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു സാധനം കണക്ട് ചെയ്യേണ്ടത്. സർ, ഇനി അദ്വൈത് ബി. സർ, ഫസ്റ്റ് ID, രണ്ടാമത്തെ ആള്. യെസ്, അദ്വൈത്. യെസ്, അദ്വൈത് അടുത്ത അക്ഷരം പറഞ്ഞ. അദ്വൈത് കേക്കട്ടെ. പറഞ്ഞോ. ഈ കഴിഞ്ഞിട്ട് അടുത്ത സ്വരാക്ഷരം ഏതാണെന്ന് പറഞ്ഞേ. ഊ എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മാത്രയെന്നറിയോ അദ്വൈതിന്? ഊവിന്റെ മാത്ര എന്താണെന്നറിയോ? ഊവിന്റെ മാത്രം ഒന്നുമല്ല, സിമ്പിൾ ആണ്, ഒന്നുമില്ല. അടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഒരു കർവ് വരച്ചു കൊടുത്താൽ മതി. റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഒരു കർവ് വരച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നോക്കിയേ പൂ. ഓക്കെ, പുരുഷ് എന്നൊക്കെ പറയുന്ന പോലെ പൂ എന്ന് പറഞ്ഞാല് പൂ അല്ല, വെറും പൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ് സർ പ്രശ്നം? ആദിദേവ്. എന്താണ് ആദിദേവ് പ്രശ്നം? ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ ഈ പ്ലീസ് എന്ന് പറയുന്നത്? എന്നും ഉണ്ടാവണോട്ടെ ഇത്. ഓക്കെ, യെസ്, ആദിദേവ് പറഞ്ഞോളൂ. അടുത്ത എന്താണ്? ഊ എന്നുള്ളതാണ് അടുത്തത്. അദ്വൈത് ബി. എന്താണ് അദ്വൈത്? ഒരു മിനിറ്റ് ആദിദേവ്. എന്താണ് അദ്വൈത് ശ്രദ്ധക്കുറവ്? അദ്വൈത് എഴുതണില്ലല്ലോ. അദ്വൈത് എന്ത് പറ്റി? അദ്വൈതിന് ചെറിയൊരു മടി പിടികൂടിയല്ലോ. തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നൊരു മടി പെട്ടെന്ന് കേറി അങ്ങോട്ട്. അത്രയും നേരം ആക്റ്റീവായിട്ട് ഇരുന്നതാ. പെട്ടെന്ന് എന്ത് പറ്റി ആദിദേവ്? ആദിദേവ് ശ്രദ്ധിക്കട്ടെ. ഇനി ആദിദേവ് ഒരു നോട്ടപ്പുള്ളിയായി. ഞാനിവിടെ ആദിദേവിനെ പിൻ ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ഫുൾ കാണാൻ പറ്റും ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ കംപ്ലീറ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് വരാം സർ. തിരിച്ച് ആദിദേവിലോട്ട്. യെസ്, ആദിദേവേ പറഞ്ഞോളൂ. അടുത്ത് എന്താണ് വ്യത്യാസം വരുന്നത്? അപ്പൊ എങ്ങനെയാണ് മാത്രകൾ ഇടേണ്ടത്? അത് എങ്ങോട്ടാണ് ആ കർവ് എക്സ്റ്റെൻഡ് ആകുന്നത്? റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ? റൈറ്റിലോട്ടാണ് അത് എക്സ്റ്റെൻഡ് ആകുന്നത്. ലൈക്ക് ദിസ്. ഇങ്ങനെയാണ്, അടിയിലാണ് വരുന്നത്. അപ്പോ റൈറ്റിലോട്ടാണ് അത് എക്സ്റ്റെൻഡ് ആകുന്നത്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. മാത്രകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. മാത്രകൾ എങ്ങനെയാണ് ഒരു വ്യഞ്ജനാക്ഷരം വന്നാൽ അതിൽ ഇട്ട് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇനി അടുത്തത് 6th വൺ. ഓക്കെ, 6th വൺ നോക്കിക്കേ. ഇതാണ് 6th ലെറ്റർ. ഈ ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ.
ജുവൽ മെരിയ, ജുവലെ, ഈ ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ എഴുതിയ ലെറ്ററിന്റെ പേര് ആ ഈ ഉ ഊ, എന്താണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് പറഞ്ഞേ ജുവൽ. എടി നീ അടിപൊളിയാണ്. ഞാൻ മാത്രല്ല ചോദിച്ചത്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ചോദിച്ചപ്പോ ഫുൾ ആൻസർ പറഞ്ഞേക്കണം അല്ലേ? റ്, അല്ലെങ്കിൽ നമ്മൾ എറു എന്ന് പറയും അതിനെ, റ് എന്നാണ്. ഓക്കെ, ഓർ യു ക്യാൻ പ്രൊനൗൺസ് ഇറ്റ് ആസ് എർ അല്ലെങ്കിൽ എറു. അപ്പോ ജുവൽ മേരി അതിന്റെ ആൻസറും പറഞ്ഞു. താഴെ ഒന്നുമില്ല, താഴെ നമ്മൾ ഒരു സി ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഉദ്ദേശിച്ചത് താഴെ ഒരു സി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ പ്ര നമ്മൾ എന്ത് ചെയ്തു, ഒരു സി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ദേ ഇതില് ഓൾറെഡി ഒരു സി ഉണ്ട്, ആ സി ആണ് നമ്മൾ ഇവിടെ മാത്രമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, കാർത്തിക് അരവിന്ദ്, എന്ത് പറ്റി കാർത്തിക്? ഓക്കെ അല്ലേ? യെസ്, കാർത്തിക് അടുത്ത ലെറ്റർ പറഞ്ഞേ. കാർത്തിക് അടുത്ത ലെറ്റർ ഏതാണ്? ഹിന്ദിയിലെ എ ആണ് അടുത്ത ലെറ്റർ. എന്റെ മാത്ര എന്ന് പറയുന്നത് മുകളിലോട്ട് ഒരു ലൈൻ. ഓക്കെ, അപ്പോ ഇത് നമ്മള് പേ എന്ന് വായിക്കും, പേ. അപ്പൊ എന്റെ മാത്ര നമ്മള് ജാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് വിളിക്കും? യെസ്, അടുത്ത ആളെ വിളിച്ചേ. എന്റെ മാത്ര പാക്കിട്ട് കൊടുത്തപ്പോ നമ്മൾ അതിനെ പേ എന്ന് വിളിച്ചു. അതേ സമയത്ത് എന്റെ മാത്ര ജാ എന്ന് പറയുന്ന ലെറ്ററിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? യെസ്, നാസിം. നാസിം എന്ത് വിളിക്കും? നാസിമെ ഒന്ന് പറഞ്ഞേ. ജെ. അതേ സമയത്ത് സാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? യെസ്, അടുത്ത ആളെ വിളിച്ചത് സാ. വാമിക എന്ത് പറയും? സാക്ക് നമ്മൾ അതേ സമയത്ത് ആ മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെരി നൈസ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ വാമിക? ഇന്നലെ അൺമ്യൂട്ട് ആയല്ലോ. വാമിക ഒന്ന് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു നോക്കി. സേ എന്ന് നമ്മൾ അതിനെ പറയും, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷെ അൺമ്യൂട്ട് ആവണില്ല, നമുക്കത് നോക്കാം. ഓക്കെ, സേ എന്ന് നമ്മൾ അതിനെ പറയും. ഇനി എ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ലെറ്റർ എന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. ആൽഫിനോ. എന്താണ് ആൽഫിനോ? അടുത്ത വരുന്ന ലെറ്റർ ഏതാണ്? ഒരു 5 ലെറ്റേഴ്സും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വി ക്യാൻ ഗോ ഫോർ ബ്രേക്ക്. ഓക്കെ, യെസ്, ആൽഫിനോ പറഞ്ഞോളൂ. ഐ ആണ് അടുത്ത വരുന്ന ലെറ്റർ. ഐ എന്ന് പറഞ്ഞ ഒന്നുമില്ല, എ പോലെ തന്നെയാണ്, പക്ഷെ മുകളിലേക്ക് 2 മാത്രം വരുന്നുണ്ട്. അപ്പൊ നമ്മള് നോക്കിയേ, പേ, പൈ. ഓക്കെ, പൈ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, പൈ. ഓക്കെ, ഇനി അതേ സമയത്ത് നമ്മൾ ഈ സാധനം രാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വിളിക്കും? ഇങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. ഇസഹാക്ക്. ഇസഹാക്ക് ഒന്ന് പറഞ്ഞേ, ഇസാഖ് ഒന്ന് പറഞ്ഞേ. ഇതിന് നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? രേ മറ്റേതാണ്, ഇതാണ് രേ. അപ്പൊ ഇതെന്താണ്? രൈ. രൈ എന്നാണ് നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഓ ആണ്. ഓയിൽ ഒരു വ്യത്യാസവും ഇല്ല, ആയിൽ എന്ത് വ്യത്യാസമാണോ വന്നത്? ദേ പോ. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആണ്. പായില് ഓ. ആയില് നമുക്കറിയാം, ആയില് ഒരു വരി ഇട്ടിട്ട് മുകളിലോട്ട് ഒരു എക്സ്റ്റൻഷൻ ആണ് ഓ എന്ന് പറഞ്ഞാല്. സോ അവിടെയും നമ്മുടെ ലെറ്ററിലും അതേ ചേഞ്ച് തന്നെ ആയിരിക്കും വരാം. there won't be any other change. ഏഞ്ചലീന എഴുതണില്ലേ? ഏഞ്ചലീന കുട്ടി എഴുതണില്ലേ? ഓക്കെ, ഡൺ. യെസ്, ഇനി അടുത്ത് നോക്കിയേ, ഓ കഴിഞ്ഞിട്ട് ഔ ആണ്. ഔവിൽ എന്ന് പറഞ്ഞാല് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക, മുകളിലോട്ട് 2 എക്സ്റ്റൻഷൻ. അപ്പൊ നമ്മൾ ഇതിനെ പൗ എന്ന് വായിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് എഴുതാട്ടാ. ഞാനൊന്ന് ഇങ്ങനെ ചെയ്യാം, എല്ലാരും ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതുക. ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി ആ സിമ്പിൾ ആണ്. ആയില് ഒരു കുത്തിട്ട് പം. പ എന്ന് പറയുമ്പോൾ പായില് 2 സൈഡിൽ കുത്തിട്ടാല് നമുക്ക് കാര്യം കിട്ടും. അഹ്സാൻ മൂസ ഓക്കെ അല്ലേ? അഹ്സാനെ, അഹ്സാൻ സുന്ദരക്കുട്ടപ്പനായിട്ടിരിക്കണ്ടല്ലോ, മുടിയൊക്കെ ഈരി നല്ല ചിരിയൊക്കെ ചിരിച്ച് അല്ലേ അഹ്സാനെ? അവോ സമ്മതിച്ച സീൻ തന്നെ. ഓക്കെ, വെരി ഗുഡ്, സമ്മതിക്കണം. അപ്പൊ ഓക്കെ അല്ലേ? ഇത്രയും വരെ മാത്രകൾ ക്ലിയർ ആണെങ്കിലും വിചാരിച്ചാണ്. ഇനി നമ്മൾ ഓരോ ലെറ്റേഴ്സിന്റെ മാത്രം എഴുതാൻ പോവാണ്. ഓരോ ലെറ്റേഴ്സ് നമ്മൾ എഴുതില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഹാർഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിന്റെ മാത്രകളായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ലെറ്റേഴ്സ് എഴുതാനായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ടേബിള്. ഒന്നും കൂടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അവസാനത്തെ 2 മാത്രകൾ ഇതാണ്. ഓക്കെ,
ആ എന്ന് പറയുമ്പോൾ നമ്മൾ പായിന്റെ കൂടെ മുകളിലൊരു ഇത് പം. ഇനി അടുത്ത് നോക്കിയേ, പാ എന്ന് പറയുമ്പോൾ പായിന്റെ സൈഡിൽ 2 കുത്ത്. ഇതാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ, ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ചേ, ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ചേ. യെസ്, വെരി നൈസ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ഈ ടേബിള് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണിക്കാം. എന്തായാലും ലേറ്റ് ആക്കണ്ട, എല്ലാവരും ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ അതിന്റെ ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കായിന്റെ എല്ലാരും നോക്കിയേ, ക കാ, കി കീ, കു കൂ, കൃ, കെ കൈ, കോ കൗ, കം ക. അപ്പൊ ഇതുപോലെ എന്താണ് കായിന്റെ 13 വേർഷൻസ്, 13 ഡിഫറെന്റ് വേർഷൻസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതണത് മനസ്സിലായെങ്കിൽ ഒന്ന് രാജ കാണിച്ച്, എഴുതണത് എങ്ങനെയാണെന്ന് മനസ്സിലായെങ്കിൽ നല്ലൊരു രാജ കാണിച്ചേ. യെസ്, വെരി നൈസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മാ എന്ന് പറയുന്ന ലെറ്ററിന്റെ വ്യത്യാസങ്ങൾ. മാ എന്ന് പറയുന്ന ലെറ്ററിന്റെ എല്ലാ മാത്രകളും ഒന്ന് എഴുതിക്കേ. 1.5 മിനിറ്റ് സമയം, 1.5 മിനിറ്റ് സമയം, അതിൽ കൂടുതലില്ല. സർ ടൈമർ 1.5 മിനിറ്റിന്റെ സെറ്റ് ചെയ്ത് വെച്ചോളൂ, നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും. 1.5 മിനിറ്റ് ടൈം. എല്ലാവരും മായിൽ വരുന്ന വ്യത്യാസങ്ങൾ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ മാ എന്ന് മാത്രം എഴുതി വെക്കുള്ളൂ, നിങ്ങളാണ് ചേഞ്ചസ് പറയേണ്ടത്. ഓക്കെ സർ, ഒരു മിനിറ്റ്. അതായത് ഇത് വെറുതെ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊനൗൺസിയേഷൻ. ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പ്രൊനൗൺസിയേഷൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് മാ എന്ന് പറയുന്ന ലെറ്ററിൽ വരുന്ന ചേഞ്ച്. യെസ്, വിളിച്ചോളൂ സർ, ആഞ്ജനേനെ വിളിച്ചോളൂ. യെസ്, ആഞ്ജനേ പറഞ്ഞോളൂ. ആഞ്ജനേ, എന്താണ് ഡൗട്ട്? ആഞ്ജനേ ഒന്ന് ഹലോ പറഞ്ഞേ. അയ്യോ ആഞ്ജനേ സൗണ്ട് കേൾക്കണില്ലല്ലോ. ആഞ്ജനേ ഒന്ന് ഡൗട്ട് ടൈപ്പ് ചെയ്തിടോ, ജസ്റ്റ് ഒന്ന് ഡൗട്ട് ടൈപ്പ് ചെയ്തിടാ, അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു വരാം. നമ്മളിപ്പോ പാ പാ, പി പീ, പു പൂ, പ്ര പേ പൈ പോ പൗ പം പ എന്ന് എഴുതിയ പോലെ നമ്മൾ മായിലും അതേ ചേഞ്ചസ് കൊണ്ടുവരണം. ഓക്കെ, മായിലും നമ്മൾ അതേ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഇവിടെ ഞാനിപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയേ, കായില് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ സർ, ആർക്കാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത്? അമൻ എന്താണ് അമ്മനെ മനസ്സിലാവാണ്ടിരുന്നതെന്ന് പറഞ്ഞേ അമൻ. എന്താണ് അമൻ, എന്താ മനസ്സിലാവാത്ത അമന്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് കായില് ചേഞ്ചസ് വരുത്തിയത് കണ്ടില്ലേ? കാക്കാ, കീ കീ, കൂക്കൂ. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതുപോലെ മായില് ചേഞ്ചസ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഓക്കെ ആണോ? അതാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമില്ല. നിങ്ങളത് ഇങ്ങനെ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് അയ്യോ ദൈവമേ മായി ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്താ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇപ്പൊ പഠിച്ച പോലെ ചേഞ്ചസ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പൊ സർ ആദ്യം അമ്മ നോ പ്രോബ്ലം ചോദിച്ചോളൂ, അതല്ലേ ടീച്ചർ പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് അമ്മനെ തന്നെ ആദ്യം വിളിക്കാം. അമ്മൻ അൺമ്യൂട്ട് ചെയ്യണ്ട. അമ്മൻ പറഞ്ഞേ, ഈ ഏറ്റവും ആദ്യത്തെ ആക്കി യാത്ര എന്നൊക്കെ സോറി കേട്ടോ. ഓക്കെ, അപ്പൊ ആക്കി മാത്ര നമ്മള് ഫസ്റ്റ് മായിൽ ചേർക്കുമ്പോ എന്ത് വ്യത്യാസമാണ് അമ്മനെ അവിടെ വരേണ്ടത്? ആദ്യത്തെ സ്വരാക്ഷരം ചേർക്കുമ്പോ അപ്പോ ആ എന്ന് പറയുമ്പോ അവിടെ എന്ത് മാത്രമാണ് വരേണ്ടത്? നീ ആ ടേബിൾ, നമ്മൾ ആദ്യം വരച്ച ടേബിൾ ഒന്ന് നോക്കിയേ, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മാത്രം ആഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് മാ എങ്ങനെ എഴുതണം? അതുപോലെ തന്നെ എഴുതിയാൽ മതിയോ? മതിയെങ്കിൽ തമ്പ് കാണിക്ക. യെസ്,
മാ എന്ന് പറയുന്ന അതുപോലെ തന്നെ എഴുതിയാൽ മതി. അതായത് മായിന്റെ ആ കീ മാത്രയാണ് ഈ വെറും മാ എന്ന് പറഞ്ഞാല്. ഇനി അടുത്തത് യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. യെസ് മുഹമ്മദ്. മുഹമ്മദ് ഒന്ന് പറഞ്ഞേടാ, അടുത്ത ലെറ്ററിൽ എന്ത് ചേഞ്ച് ആണ് വരേണ്ടത്? ആ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക? ആക്കി മാത്രം മായിൽ ആഡ് ചെയ്യും. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും നമ്മൾ അതിനെ? മാ. ഓക്കെ, ഇത് മ, ഇത് മാ. അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ലൈൻ നമ്മൾ ഇവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. ഇനി അടുത്തത് മീ. യെസ്, അടുത്ത ആളെ വിളിച്ചു സർ. മീ നമ്മൾ എങ്ങനെ ചെയ്യും? സമിക. എങ്ങനെ സമിക? നമ്മൾ മീ എങ്ങനെ ചെയ്യും? സമിക എന്ന് പറഞ്ഞേ. മീ കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. എന്തിടാ? ആ, ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ വള്ളി കൊടുക്കുക. ഇതാണ് ഈ കീ മാത്ര. ഇനി അടുത്ത ആളെ വിളിച്ചേ സർ. ഗ്രീഷ്മ. ഗ്രീഷ്മ പറഞ്ഞോളൂ. ഗ്രീഷ്മ അടുത്ത എങ്ങനെ എഴുതണ്ടേ? ആ, റൈറ്റ് സൈഡിലോട്ടാണ് അടുത്ത മാത്ര വരേണ്ടത്. ഈ കീ മാത്ര വരേണ്ടത്. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. കാശിഷ്. കശിഷ്. കശിഷ് അടുത്ത എങ്ങനെയാണ്? കശിഷ് മൂ എങ്ങനെ വരണം? വെരി ഗുഡ്. ലെഫ്റ്റ് സൈഡിലോട്ട് വേണം ആ ഒരു കർവ് എക്സ്റ്റെൻഡ് ആയി പോവാൻ വേണ്ടി. ഓക്കെ, വെരി നൈസ്. ഇതാണ് ഊക്കി മാത്ര. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. ജോസഫ്. ജോസഫ് എന്ന് പറഞ്ഞേ. ജോസഫ് അടുത്ത എങ്ങനെ വരണം? മൂ. അപ്പൊ അത് എങ്ങോട്ടേക്കാണ് അതിന്റെ മാത്ര പോകേണ്ടത്? റൈറ്റിലേക്കാണോ ലെഫ്റ്റ് സൈഡിലോട്ടാണോ? യെസ്, റൈറ്റ് സൈഡിലോട്ടാണ്. വെരി നൈസ്. ഇതാണ് ഊ. ഇനി അടുത്തത് യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. അശ്വിൻ. അശ്വിൻ അടുത്ത മൃ ആണ്. മൃ. അപ്പൊ എങ്ങനെ, എന്താണ് അവിടെ ആഡ് ചെയ്യേണ്ടത്? നമ്മൾ അടിയില് എന്ത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ് അടിയിൽ ആഡ് ചെയ്യേണ്ടത്? ഒന്ന് ഓർത്ത് നോക്കിയേ. അത് മായിന്റെ പകുതിയാണ് അങ്ങനെ ഒരു വര. അതായത് ഇത് അല്ലേ ഉദ്ദേശിച്ചത്? ഇത് മായിന്റെ പകുതിയാണ്. ഇതാ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓ, ഇത് മൃ. ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെയാണ് അതിന് എഴുതേണ്ടത്. ഓക്കെ, മൃ. ഓക്കെ ആണ്. മൃഗം എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു മാത്രയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി അറിയാം നമുക്ക് റ് എന്ന് പറയുന്ന മാത്രയാണ്. സോ സി എന്ന് പറയുന്ന മാത്രയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ സർ? ഒന്ന് ബാക്ക് എടുക്കോ? ഓക്കെ ആണോ അശ്വിനെ? അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ, യെസ്. ഇനി അടുത്ത ആളെ വിളിച്ചേ സർ. ഏതൻ. ഏതൻ എന്ന് പറഞ്ഞ. ഏതനെ അടുത്ത് എന്തായിരിക്കും വരാ? ജസ്റ്റ് റൈറ്റ് ഔട്ട്. മേ. അപ്പൊ എങ്ങനെയാണ്? ഒരു ലൈൻ ആണോ രണ്ട് ലൈൻ ആണോ മുകളിലോട്ട്? ഒരു ലൈൻ. യെസ്, വെരി നൈസ്. മേ ആണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. മുഹമ്മദ് അഹസാൻ. ഫോണിൽ ടച്ച് ചെയ്യല ആവശ്യമില്ലാണ്ട്. കമോൺ. മുഹമ്മദ് അഹസാനേനും കൂടുതൽ കൈന്റെ തമ്പ സ്ക്രീനിൽ കാണുന്നത്. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. പവിത്ര. പവിത്ര കുട്ടി പറഞ്ഞ അടുത്തത്. അടുത്ത എങ്ങനെയാണ് അടുത്ത മായിൽ ചേഞ്ച് വരുന്നത്? പ്രൊനൗൺസിയേഷനും പറയണേ. പറഞ്ഞോളൂ. മേ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഇനി ഐക്കി മാത്രമാണ്. മൈ. ഓക്കെ, മൈ. അപ്പൊ എത്ര ലൈൻ വേണം മുകളിലോട്ട്? 2 ലൈൻ നമ്മൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി അടുത്തത് മൈ കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. സന. എന്താണ് സന അടുത്തത്? യെസ്, സന. എന്താണ് അടുത്ത വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ? എന്താണ്? ഓക്കി മാത്രമാണ്. ഓക്കി മാത്രം മായിൽ ചേർക്കും. എങ്ങനെ എഴുതും നമ്മളത്? ഓക്കി മാത്ര നമ്മള് കായിൽ ചേർക്കുമ്പോ നമ്മൾ അതിനെ കോ എന്ന് പറയും. അപ്പോ ഓക്കി മാത്രം മായിൽ ചേർക്കുമ്പോ നമ്മൾ അതിനെ എന്ത് പറയും? യെസ്, വെരി ഗുഡ്. മോ എന്ന് പറയും. ഓക്കെ, മോ. വെരി ഗുഡ്. യെസ്, ഇനി അടുത്ത ആളെ വിളിച്ചേ സർ. അദ്വിക. അദ്വിക പറഞ്ഞ. അദ്വിക അടുത്തത്. മോ കഴിഞ്ഞു. ഇനി അടുത്തത് ഔ ആണ്. ഔ. ഔ എങ്ങനെയാണ് ചേർക്കേണ്ടത്? ഇപ്പോ ഔവിന്റെ മാത്രം നമ്മൾ കായിൽ ചേർക്കും.
കായിൽ ചേർക്കുമ്പോൾ നമ്മൾ അതിനെ കൗ എന്ന് പറയും. അപ്പോ മായിൽ ചേർക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ആ കറക്റ്റ് ആണ്, വെരി ഗുഡ്. സർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പറ്റുന്നുണ്ടോ? ഇല്ല, മൗ. ഓക്കെ, വെരി ഗുഡ്. മൗ എന്നാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഇനി അടുത്തത്, യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. അഷിത. അഷിത പറഞ്ഞോളൂ അഷിത. അടുത്തത് എന്താണ്? അടുത്ത മം എന്ന് പറയും. എന്ത് ചേഞ്ച് അവിടെ വരണേ അഷിത? മോളിൽ ഒരു കുത്ത്. യെസ്. ഇനി അടുത്ത ആളെ വിളിച്ചേ സർ. ശ്രേയ കെ. ശ്രേയ ഒന്ന് പറഞ്ഞു നോക്കിയേ. ശ്രേയ അടുത്ത എന്താണ്? സൈഡില് 2. അപ്പൊ അത് ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. എല്ലാവർക്കും പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ഈ വ്യത്യാസങ്ങളാണ് ഇവിടെ വരുത്തേണ്ടത്, വേറൊന്നുമല്ല. ഇതിപ്പോ നമ്മൾ മൈൻഡ് എക്സാമ്പിൾ ചെയ്തു. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെറ്ററും കൂടി ഉണ്ട്. അതിന്റെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. 4 ലെറ്റർ തരുന്നുണ്ട്. രായിന്റെയും കൂടെ ചെയ്യുക. ഓക്കെ, നിക്ക്. ഇത് ക്ലിയർ അല്ല, ഇത് എഴുതണ വിധം ക്ലിയർ അല്ല എന്നാണല്ലോ റൈസ് ഹാൻഡ് ചെയ്തേ. ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കരുത്. സർ ഒന്ന് റൈസ് ഹാൻഡ് ഡൗൺ ചെയ്യും എല്ലാവരുടെയും. 1 മിനിറ്റ്. ഇപ്പൊ ചെയ്യരുത്, ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി. ഇനി ചെയ്തോളൂ. ഇത് അതായത് ടീച്ചർ ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. മുഹമ്മദ് ഹസാന് എന്താണ് ഡൗട്ട്? സർ ഒന്ന് ബാക്ക് എടുക്കുക. 8th ക്ലാസ്സിന് ക്ലിയർ അല്ലേ? 8th ക്ലാസ് ക്ലിയർ ആണ്. ഓക്കെ, ഡൺ. 7th ക്ലാസ്സിൽ 2 പേർക്കാണ് ഡൗട്ട്. യെസ് സർ. അഹ്സാൻ ഒന്ന് വിളിച്ചേ. അഹ്സാനും ജാനകിനെ അൺമ്യൂട്ട് ചെയ്തോളൂ സർ. യെസ്, അഹ്സാൻ എന്താണ് ഡൗട്ട്? അഹ്സാൻ എങ്ങനെ എഴുതേണ്ട കാര്യത്തിലാണ് ഡൗട്ട്? പറഞ്ഞോ. എന്തിട്ടാണ് മനസ്സിലാവണില്ല? അതെന്താ മനസ്സിലാവാത്തെ? ഒന്നുമില്ല, നീ ഓൾറെഡി പറഞ്ഞല്ലോ അവസാനം ഇടേണ്ട 2 കുത്തുന്നത്. ഇത് അവസാനം തന്നെ ഇട്ടാൽ മതി. എല്ലാ ലെറ്ററിന്റെ അവസാനമാണ് 2 കുത്ത്. ലെറ്റർ എഴുതുക, 2 കുത്തെടുക്കുക. ഓക്കെ അഹ്സാൻ, ക്ലിയർ അല്ലേ? അപ്പൊ പെട്ടെന്ന് എഴുതിക്കോളൂ. യെസ്, ഇപ്പൊ എഴുതണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം മാത്രകൾ. യെസ്, ജാൻകി. ജാൻകി പറഞ്ഞോളൂ. ജാനകി. എന്താണ് മനസ്സിലാവാ? എഴുതാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു തരാം. ഈയുടെ മാത്ര നമ്മള് തായില് ചേർക്കുമ്പോൾ അതിന് എന്ത് പറയും ജാനകി? ഈ. അതേ സൗണ്ട് തന്നെ തായിൽ എടുത്ത് നോക്കിയേ, എന്ത് പറയും? തി. ഇനി ഓക്കെ മാത്രം നമ്മൾ തായിൽ ചേർക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓടെ സൗണ്ട് തായിലോട്ട് കൊണ്ടുവരണം, എന്ത് പറയും? കിട്ടിയല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ കിട്ടിയില്ലേ? ഒന്നുമില്ല, ആ ഓയിന്റെ സൗണ്ടിലേക്ക് നമ്മൾ തായിനെ കൊണ്ടുവന്നാ മതി, അത്രേ ഉള്ളൂ. അപ്പൊ സൗണ്ട് കിട്ടും. ഓക്കെ, യെസ്. ഇനി പ്രാർത്ഥന. പ്രാർത്ഥന. യെസ്, പ്രാർത്ഥന പറഞ്ഞോളൂ. യെസ്, പ്രാർത്ഥന കുട്ടി പറഞ്ഞോ. പറഞ്ഞോളൂ. ഏതായിരുന്നു പോർഷൻ? അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈൻഡ് മാത്രകള് വിത്ത് 1 by 1 സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അത് എങ്ങനെ എഴുതണം, എന്ത് ചേഞ്ചസ് ആണ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ടാസ്ക് തരണുള്ളൂ. ഓക്കെ ബോസ്, തരാൻ പോണുള്ളൂ. ദേ അടുത്ത ടാസ്ക് ഇതാണ്. 4 അക്ഷരങ്ങളുണ്ട്, അവസാനം രായും ഉണ്ട്. ഈ രാ കുറച്ച് പണി തരും, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതുക. ഓക്കെ, ല, ന, ഗ, റ. ഓക്കെ, ന എന്ന് പറയുമ്പോ അതിന്റെ ഈ ഒരു ലൈൻ കണ്ട് ഇതാക്കി മാത്രമാണെന്ന് വിചാരിക്കരുത്. എപ്പോഴും ഒരു എക്സ്ട്രാ ലൈൻ കൊടുക്കണം. സെയിം ഗോസ് വിത്ത് ഗ. ഇത് ഗ ആണ്, ഗ എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഒന്നുമില്ല. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ സിമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. മ്യൂട്ട് ചെയ്തു സർ. ഓക്കെ, അപ്പൊ എല്ലാരും എഴുതുക. എത്ര മിനിറ്റ് വേണത് മൊത്തം എഴുതാൻ വേണ്ടി? ഈ അഹ്സാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അത് എല്ലാരും എഴുതിയാലേ പ്രൊനൗൺസിയേഷനും എവിടെ കുത്തിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇഫ് യു ആർ സിറ്റിംഗ് സ്റ്റിൽ യു വോണ്ട് ഗെറ്റ് സച്ച് തിങ്സ്. ഓക്കെ,
സർ പ്രാർത്ഥന പി എന്ന് വിളിച്ചു സർ. ആ പ്രാർത്ഥന എന്താണ്? മാം അതെ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ലീവ് ആയിപ്പോയി കാരണം എനിക്ക് നെറ്റ് കണക്ഷൻ പോയായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് കയറാൻ പറ്റി. അപ്പൊ ഞാൻ ക്ലാസ് ഒന്ന് കഴിയുമ്പോൾ എനിക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ വരെ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ മാ എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ പായിലല്ല ആദ്യം നമ്മൾ മാത്രകൾ ഇൻപുട്ട് ചെയ്തത്, അതുപോലെ തന്നെ നമ്മൾ മാ എന്ന് പറയുന്ന ലെറ്ററിൽ നമ്മൾ മാത്രകൾ ഇൻപുട്ട് ചെയ്തു, അത്രയും ചെയ്തിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതേപോലെ ഈ 4 ഒന്ന് മാത്രം ഇൻപുട്ട് ചെയ്ത് നോക്കുമോ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് ഐ ക്ലിയർ ഇറ്റ് ഓഫ്. ഓക്കെ, അതിലും എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ ഡൺ. യെസ് സർ, ഒരു 2-2.5 മിനിറ്റ് സമയം കൊടുക്കാം. 2.5 മിനിറ്റ് മതിയില്ലേ? ഓക്കെ, കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാം, പെട്ടെന്ന് തീരും. അപ്പോൾ ഓക്കെ, സോ 2.5 മിനിറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് രായിന്റെ മാത്രം ഇതിലൊന്ന് എടുത്ത് ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് രായിൽ കുറച്ച് അധികം ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ രായിന്റെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? രായില് ഏറ്റവും അത് ഞാൻ പറഞ്ഞു പോവാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി. രായിന്റെ ഏറ്റവും ആദ്യത്തെ മാത്ര രാ തന്നെയാണ്. രണ്ടാമത്തെ മാത്ര രാ. ക്ലിയർ അല്ലേ? ഇത് 2 ഓക്കെ ആണെങ്കിൽ ഒന്ന് 2 വെച്ച് ചാറ്റാൻ. ഇത് 2 ഓക്കെ ആണ്, ശരിയാണ്. യെസ്, വെരി നൈസ്. ഇനി അടുത്തത് രീ. രീ. അടുത്ത 2 ഓക്കെ, അടുത്ത 2 ഡാറ്റ കാണിച്ച്, അടുത്ത 2 ഡാറ്റ കാണിച്ച്. യെസ്. ഇനി അടുത്തത് ഓക്കെ, ഇനി അടുത്തത് രാ രാ രീ രീ. ഇനി റ്, സോറി രു രു. ഇത് രു. വെറുതെ നമ്മൾ ഒരു ഡയറക്ഷൻ ഒരു വാലിട്ട് കൊടുക്കാം. അതേ സമയത്ത് നമ്മൾ രു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മാത്രം ഇട്ട് കൊടുക്കണം. ഇതാണ് ആകെയുള്ള വ്യത്യാസം. അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കാം. രു രു. ഇനി അടുത്തത് റ്, ഒന്നുമില്ല, സി തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി രേ. ഇതുവരെ കറക്റ്റ് ആണല്ലോ, 5 വെച്ച് ഡാറ്റ കാണിച്ച്. ഇതുവരെ കറക്റ്റ് ആണല്ലോ, 5 വെച്ച് ഡാറ്റ കാണിച്ച. യെസ്, രേ. ഇനി രൈ. ഓക്കെ, രേൻ. ഇനി അടുത്തത് രൈ. രോ, രൗ, രം, ര. കംപ്ലീറ്റ് ശരിയാക്കാരൊന്ന് ഡാറ്റ കാണിച്ച. രാ ഇത് കറക്റ്റ് ആയിരുന്നു, ഞാൻ എഴുതിയത് കറക്റ്റ് ആയിരുന്നു. യെസ്, വെരി നൈസ്. ഓക്കെ, അപ്പൊ രായിൽ നമുക്ക് ഈ 2 കാര്യത്തിൽ മാത്രമാണ് ഒരു ചേഞ്ച് ഉള്ളത്. നമ്മൾ പലപ്പോഴും നമ്മൾ എഴുതണത് ഇങ്ങനെയാണല്ലോ പഠിച്ചത്. അപ്പൊ ഇത് തെറ്റാണ്. രായിന്റെ നടുക്കാണ് നമ്മൾ ഊക്കി മാത്രം ചേർക്കേണ്ടത്. അതുകൊണ്ട് രാ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, സൈമൺ സേസ് കളിക്കാൻ അറിയോ നിങ്ങൾക്ക്? സർ പോസ് ചെയ്തോളൂ. ഓക്കെ,